നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഓർക്കിഡിനെ കുറിച്ചിട്ടാണ്. ഓർക്കിഡ് കൃഷിയെക്കുറിച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി പറയാണ്. അതായത് നമ്മൾ സാധാരണ ഗതിയിൽ നമ്മുടെ നാട്ടുമ്പുറങ്ങളൊക്കെ മരവാഴ എന്ന് പറയുന്നുണ്ട്. അതായത് മരത്തിൽ വളരുന്നത്, മണ്ണിലല്ല വളരുക, മരത്തിൽ അതുമ്പോൾ പറ്റി പിടിച്ച് അതിൻ്റെ വേരുകൾ വളരുന്ന ഒരു ചെടിയുണ്ട്, മരവാഴ. ആ കുടുംബത്തിൽപ്പെട്ട സസ്യങ്ങളാണ് ഈ ഓർക്കിഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവ മണ്ണിൽ വളരില്ല. മണ്ണല്ല അവർക്ക് വേണ്ടത്. അവ വെള്ളം സ്വീകരിക്കുന്നത് ഒക്കെ വായുവിൽ നിന്നാണ്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ കിട്ടുന്ന വെള്ളം, അതുപോലെ തന്നെ വായുവിലെ ഈർപ്പം, അവന് വായുവുമായിട്ട് വേരുകൾ ഇടപഴകുന്നു. അതാണ് അർത്ഥമാക്കുന്നത്. അവ വളരുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പൂക്കളുണ്ടായി കഴിഞ്ഞാൽ കുറേ നാളുകളും നിൽക്കും. ഭംഗിയുള്ള പൂക്കളും ഉണ്ടാകുന്നുണ്ട്. അതാണ് എല്ലാവരും ഓർക്കിഡ് കൃഷിനായിട്ട് ആകർഷിക്കുന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കൊണ്ട് ഓർക്കിഡ് കൃഷിയിലേക്ക് ചിലർ എടുത്ത് ചാടാറുണ്ട്. അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതായത് വെള്ളം വേണം, അതുപോലെ കഠിനമായ വേനൽ പാടില്ല, വേരുകൾ വെയിൽ തട്ടരുത്. അപ്പോൾ അത് വെയിൽ തട്ടാണ്ടിരിക്കാനാണ് ചിലർ ഓർക്കിഡിനെ മാവുമ്മലോ അല്ലെങ്കിൽ അടയ്ക്കാരത്തുമ്മലോ മറ്റു വൃക്ഷങ്ങളൊക്കെ കെട്ടി വയ്ക്കുമ്പോൾ ചകിരി കൂടി വെച്ചിട്ട് കെട്ടി വയ്ക്കിരുന്നത്. അല്ലെങ്കിൽ ചിലർ പാത്രത്തിൽ വയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഘടകങ്ങൾ അതിലിടുന്നത്, ചകിരിയോ മറ്റു കഷ്ണങ്ങളോ കാര്യങ്ങളൊക്കെ ഇടുന്നത്. ചിലർ ഇട്ടി കഷ്ണമൊക്കെ ഉണ്ട്. അത് ഓർക്കിഡിനെ നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചട്ടിയിലൊക്കെ ഇടുമ്പോൾ നേരെ നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇഷ്ടി കഷ്ണവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ശരിയാക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഓർക്കിഡ് നമ്മൾ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ, ചകിരിയൊക്കെ വെച്ചിട്ട് ഒരു മീഡിയം ഈർപ്പം നിലനിൽക്കാനുള്ള ഒരു മീഡിയം വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. പിന്നെ ആ വേരുകൾ ആ വൃക്ഷത്തിന്മേൽ പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വളർന്ന് കയറിക്കൊണ്ടിരിക്കും. പല ജാതി വേരുകളുണ്ട്. അത് ഓർക്കിഡിൻ്റെ ഇനത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് ചിലരെന്ത് വെച്ചാൽ വളം ചെയ്യാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും. അത് വളം ചെയ്തിട്ട് പിന്നെ കീടനാശിനി പ്രയോഗം നടത്തും. അതായത് അവർക്ക് ചിലപ്പോൾ കേട് വരും. അമിതമായ വളപ്രയോഗം നിമിത്തം കേട് വന്നിട്ടുള്ള കേസ് ഉണ്ടാവും. ആ കേട് വന്ന നിമിത്തം പിന്നെ എന്ത് ചെയ്യും, ആ കേട് പോകാനായിട്ട് കീടനാശിനി തെളിക്കാറുണ്ട്. അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുള്ള ഒട്ടനവധി പേരുണ്ട്. ചിലർക്ക് വളം ചെയ്താൽ മതിയാവുന്നുണ്ട്. പക്ഷേ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, അവരുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇതൊന്നും ചെയ്യാതെ കണ്ട് ഓർക്കിഡ് ഒരു ഏതെങ്കിലും വൃക്ഷത്തുമ്പോൾ കെട്ടിവെച്ചു ഒരു മീഡിയം ഈർപ്പം നിലനിൽക്കാറൊരു മീഡിയമായിട്ട് ചകിരിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അത്തരത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ സ്വയം വേരുകൾ ആ വൃക്ഷത്തുമ്പോൾ പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ വളർന്നു ഉള്ള കാര്യം പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. അവർ അനുഭവ സാക്ഷ്യം ഉണ്ടായിട്ടുണ്ട്. താനും തെളിവ് സഹിതം അവർ ആക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വളം ചെയ്യാതെ ഉണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്. ചകിരിക്കൊരു പ്രത്യേകത. ചകിരിയിൽ അറിയാലോ, അവയിൽ പ്രത്യേക യാതൊരു കെമിക്കൽ ഉള്ളതുകൊണ്ട്, ലിഗ്നിൻ എന്ന സംഭവം ഉള്ളതുകൊണ്ട് മറ്റ് ചില കീടബാധകൾ വരാതെ കൊണ്ട് ആ ചകിരി നോക്കുന്നു എന്നുള്ളൊരു സത്യം ഇവിടെ പറയാണ്, യാഥാർത്ഥ്യം പറയണത്. അപ്പോൾ ഓർക്കിഡിന് അതിനാവശ്യമായ വളം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥത്തിൽ ഉത്തരം വരുന്നതെന്ന് വെച്ചാൽ ഇലകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുമല്ലോ, പൊടി പടലങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുക. അപ്പോൾ വെള്ളം നനയുമ്പോൾ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ അവയ വേരുകൾക്ക് വരും, അങ്ങനെ ലഭിക്കുന്നു എന്നുള്ള ഉത്തരമാണ് ചിലതായിട്ട് നൽകുന്നത്. അപ്പോൾ ഓർക്കിഡ് സ്വാഭാവികമായിട്ട് തന്നെ കാട്ടിൽ എങ്ങനെ വളർന്നു, നമ്മൾ വളം കൊടുത്തിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടിൽ സസ്യങ്ങൾ വളരില്ല, അതുപോലെ തന്നെ വളർന്നു. അവ മഴ പെയ്യുന്ന നിമിത്തം ഉള്ള വെള്ളവും അതുപോലെ വായുവിൽ നിന്നും അതുപോലെ തന്നെ മഞ്ഞ് പെയ്യുമ്പോൾ ഈർപ്പവും ഒക്കെ കിട്ടിയിട്ടാണ് അവ വളരുന്നുള്ള കാര്യം പറയുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.